ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോക്കർ ലൈൻ കട്ട്സ്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് പ്രീമിയർ ലീഗിലെ പുതിയ വിശേഷങ്ങൾ പറയാനായിട്ടാണ്. പ്രീമിയർ ലീഗിൻ്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ഈ വർഷം മിക്കവാറും ലിവർപൂള് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 99% ലിവർപൂൾ തന്നെ അടിക്കും. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ കളിയിൽ ആർസെനൽ സമനില പിടിച്ചു, ലിവർപൂൾ 1-0 ജയിച്ചു. സോ ഇനി ഒറ്റ കളിയും കൂടി ജയിച്ചാൽ ലിവർപൂളിന് കപ്പാണ്. അങ്ങനെ 20ാമത്തെ കപ്പും കൂടി നേടി ലിവർപൂൾ മാഞ്ചസ്റ്ററിനൊപ്പം ആകാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് സിറ്റിയും ജയിച്ചിട്ടുണ്ട്. സിറ്റി 2-1 ജയിച്ചു. അതുപോലെ തന്നെ ആർസെനലായിരുന്നു ക്രിസ്റ്റൽ പാലസുമായിട്ട് അപ്രതീക്ഷിതമായി 2-2 സമനില പിടിച്ചു. അതോടെ അവർ കഴിഞ്ഞ കളി ഏകദേശം ഒരു തീരുമാനമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചാമ്പ്യൻസ് ലീഗ് എങ്കിലും അവർ അടിക്കാമെന്നുള്ള വിശ്വാസത്തിൽ നമുക്കിരിക്കാം. കാരണം ഇതുവരെയായിട്ടൊരു ചാമ്പ്യൻസ് ലീഗ് പോലും കിട്ടാത്ത ടീമാണല്ലോ. അപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിനെ വേറെ ഇതിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ലലീഗയിൽ റയൽ മാഡ്രിഡ് 1-0 ജയിച്ചിരിക്കുന്നു. കഷ്ടിച്ചൊരു ജയം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ബാർസലോണയും കഷ്ടിച്ച് 1-0 ജയിച്ചിട്ടുണ്ടായിരുന്നു. ലലീഗയിലെ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ടൈറ്റാണ് പ്രീമിയർ ലീഗിനെ വെച്ച് നോക്കുമ്പോഴേക്കും. അവിടെ ഒരു 6 പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊക്കെ ഉള്ളൂ. അതായത് 2 കളിയൊക്കെ ഒന്ന് തീരുമാനമായാൽ ചിലപ്പോൾ മേലോട്ടും താഴോട്ടൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ എൽ ക്ലാസിക്കോ നടക്കുന്ന വരെയും പറയാൻ പറ്റില്ല ആരാണ് ചാമ്പ്യന്മാരെന്ന്. അപ്പോൾ അവിടെ കുറച്ച് പരിങ്ങിലാണ് നിൽക്കുന്നത്. നോക്കാം, നമുക്ക് ബാക്കിയെല്ലാം കണ്ടറിയാം. എന്തായാലും പ്രീമിയർ ലീഗ് ആയിട്ടില്ലെങ്കിലും എന്തായാലും ആവുന്ന ഉറപ്പാണ്. അപ്പോൾ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂളിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. എന്തായാലും അടുത്തൊരു കളി കൂടി ജയിച്ചാൽ അവർ ചാമ്പ്യന്മാരാകും. അപ്പോൾ അഡ്വാൻസിൽ തന്നെ ഒരു അഭിനന്ദനങ്ങൾ. ഓക്കെ ഗൈസ്, ബൈ.